ട്രക്കിങ്ങിനിടെ കാണാതായി 4-ാം നാൾ കുടകിലെ മലയിൽ നിന്നും സന്തോഷച്ചിരിയുമായി ശരണ്യ തിരികെ എത്തി. മലമുകളിലെ പാറക്കെട്ടിന് സമീപത്ത് നിന്നാണ് തിരച്ചിൽ സംഘം കോഴിക്കോട് സ്വദേശിനി GS ശരണ്യയെ കണ്ടെത്തിയത്. പൂർണ്ണ ആരോഗ്യവതിയായാണ് ശരണ്യ തിരിച്ചെത്തിയത്. 1/2 ലിറ്റർ കുടിവെള്ളം മാത്രമാണ് കൈവശമുണ്ടായിരുന്നതെന്നും പുറത്തെത്തിച്ച രക്ഷാസംഘത്തിന് നന്ദിയെന്നും ശരണ്യയുടെ പ്രതികരണം. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ചു പേരെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെയും കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. കുറെ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇല്ല എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാത്ത്, ഇതിൻ്റെ ആരണ്യ സംതിങ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവോ മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി, ഫോൺ ഓഫായി. പിന്നെ ഒരു 6:45 വരെ ഞാൻ നടന്നു. പിന്നെ ഒരു സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. അപ്പോൾ ഐ തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക്. അപകടം നിറഞ്ഞ സ്ഥലത്താണ് കഴിഞ്ഞ 4 നാൾ ശരണ്യ കഴിഞ്ഞത് എന്ന് രക്ഷാസംഘം പറഞ്ഞു. ഒച്ചകെട്ട് അത് പോയ കൊണ്ട് കിട്ടി. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും. നല്ല ആനയുള്ള സ്ഥലമല്ലേ അത്? ഭയങ്കര ഒച്ച കേട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അത് ശരണ്യയെ കണ്ടെത്തിയെന്ന വാർത്ത വന്നതോടെ വീട്ടുകാരും ആഹ്ലാദത്തിലായി. കിട്ടി സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. കണ്ടിട്ട് ബാക്കി പറയാം, കണ്ടില്ല പോയിട്ട് പറയാം. ഓക്കെ, താങ്ക്സ്. സന്തോഷം, എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക്സ്. ശരണ്യ സുരക്ഷിത എന്ന വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് 24 ആണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. കാളിദാസൻ ദേവദത്തം കുടകിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ശരണ്യയുടെ വീട്ടിൽ നിന്ന് മനീഷ് ദേവസിയും ചേരുന്നു. ആദ്യം കാളിദാസനിലേക്കാണ്. കാളിദാസൻ, ഏറെ സന്തോഷവും സമാധാനവും തരുന്ന ഒരു വാർത്ത. ശരണ്യയെ 4 നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ശരണ്യ എവിടെയാണുള്ളത്? ശരണ്യയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം ഓക്കെ അല്ലേ? അനൂപ്, രത്ന, ശരണ്യയുടെ ആരോഗ്യനിലയൊക്കെ ഓക്കെയാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്. കഴിഞ്ഞ 4 ദിവസം കാട്ടിലായിരുന്നതിന്റെ ടെൻഷൻ ഒട്ടുമില്ലായിരുന്നു ആ മുഖത്ത്. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു നമ്മളോടടക്കം മറുപടി പറഞ്ഞിരുന്നത്. നിലവിൽ ശരണ്യ പോലീസ് സ്റ്റേഷനിലെ ചില നടപടിക്രമങ്ങളുണ്ട്. അതിനുശേഷം ആശുപത്രിയിലേക്ക് പോവുകയാണ്. സ്വാഭാവിക നിലയിലുള്ള ചില നടപടികളൊക്കെ തന്നെയുണ്ട്. അത് പൂർത്തീകരിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു ശരണ്യ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഈ ആശുപത്രിയിൽ നിന്ന് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ നാദാപുരത്തെ വീട്ടിലേക്ക് പോകുമെന്നുള്ളതും കൂടിയാണ്. എന്തായാലും ഉദ്വേഗഭരിതമായ മണിക്കൂറുകളായിരുന്നു. തിരച്ചിലിന്റെ അത്രത്തോളം ആഴത്തിൽ ആ കാടിനെ അറിഞ്ഞ് ഒരു നീണ്ട ഒരു തെരച്ചിൽ, വലിയ വിവിധ സംഘങ്ങളായി നടത്തിയ തിരച്ചിലായിരുന്നു. പ്രാദേശികരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശരണ്യയെ കണ്ടെത്തിയത് തന്നെ പ്രാദേശികരാണ്. ശരണ്യയുടെ ഒച്ച കേട്ടാണ് ഈ പ്രാദേശികരടക്കം ആ ഒരു ഭാഗത്തേക്ക് എത്തിയത്. ശരണ്യ തൊട്ടടുത്ത ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, അരുവി പോലെ ഒരു അരുവി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും വലിയ മുട്ടില്ലായിരുന്നു. കാരണം കയ്യിലുണ്ടായിരുന്ന ഒരു 1/2 ലിറ്റർ വെള്ളക്കുപ്പി മാത്രമായിരുന്നു. എന്തായാലും കാടിനെ അറിഞ്ഞവളാണ്, കാട് അറിഞ്ഞവളാണ്. അതുതന്നെയാണ് ശരണ്യക്ക് ഈ ഒരു മണിക്കൂറുകളൊക്കെ താണ്ടാൻ, പിന്നിടാനൊക്കെ, ഇരുട്ടിനെ താണ്ടാൻ വന്യജീവികളുള്ള അത്രത്തോളം വന്യജീവികൾ ഏറെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു എന്നുള്ളതാണ് ആ പ്രാദേശികരായിട്ടുള്ള ആ ദൗത്യസംഘത്തിലെ ആളുകൾ തന്നെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ആ മണിക്കൂറുകളും ആ നിമിഷങ്ങളൊക്കെ താണ്ടി ഇതിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരണ്യ നിസ്സാരക്കാരിയല്ല. തടിയന്റെ മോൾ ഗേൾ തിരിച്ചു വന്നത് വലിയ കാര്യം തന്നെയാണ്. ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ആ മണിക്കൂറുകൾ പിന്നിട്ട ശരണ്യ. എന്തായാലും ഈ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഒപ്പം അമ്മാവനും സഹോദരനും കൂട്ടുകാരും ഒക്കെ തന്നെ ഒപ്പമുണ്ട്. അവർക്കൊപ്പം കൂടെ MLA-യും കൂടി നാദാപുരത്തേക്ക് പോകും. വിരാജ്പേട്ട MLA AS പൊന്നണ്ണയും കൂടി ഇവർക്കൊപ്പം നാദാപുരത്തെ വീട്ടിലേക്ക് പോകും എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.